ഇന്ന് നമുക്ക് കർക്കിടക മാസത്തിലെ പ്രധാനികളിൽ ഒരാളായ പത്തില തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. രാമായണ മാസം എന്നറിയപ്പെടുന്ന കർക്കിടക മാസത്തിൽ പൊതുവെ മഴയായിരിക്കും. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം വളരെ കുറവുമായിരിക്കും. ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ ബോഡി വീക്കാകും. വീക്കായ ബോഡിക്ക് വേണ്ടിയാണ് മഴക്കാലമായ കർക്കിടകത്തിൽ വിവിധ ഇനം പച്ചില കൊണ്ട് തോരൻ ഉണ്ടാക്കി കഴിക്കുന്നത്. പത്തില തോരൻ എന്നാണ് പേരെങ്കിലും 10 ഇല തന്നെ വേണമെന്ന് നിർബന്ധമില്ല. 10 കുറവുമാകാം, 10 കൂടുതലുമാകാം. എനിക്കിന്നിവിടെ 10 ഇലകൾ കിട്ടിയിട്ടുണ്ട്. ഇലകളെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് ചൗചൗ അല്ലെങ്കിൽ സ്വച്ചയ്ക്ക. വള്ളി പോലെ പടർന്നു പോകുന്ന ഈ ഒരു സസ്യത്തിന്റെ കിളുന്തിലകളാണ് എടുക്കേണ്ടത്. ഇത് കാന്താരി, ഇത് ചൊറിയണം, ഇത് പൊന്നാരി വീരൻ ചീര, ഇത് പാവൽ, ഇത് കാച്ചിൽ, ഇത് ചേന, ഇത് തഴുതാമ, ഇതാണ് ചുമലച്ചീര, ഇത് ചേമ്പ്. ഈ ഇലകളെല്ലാം നല്ലതുപോലെ കഴുകി ഒരുമിച്ച് വെച്ച് ചെറുതായി അരിഞ്ഞെടുക്കണം. ഞാനിവിടെ അരിയാൻ എളുപ്പത്തിന് വേണ്ടി ചേമ്പിലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുവാണ്. വട്ടത്തിൽ അരിഞ്ഞതിനെ നീളത്തിൽ കൂടെ ഒന്ന് മുറിച്ചു. ഇപ്പോൾ ആവശ്യത്തിന് വലുപ്പമായിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. നെയ്യ് ചൂടായപ്പോൾ കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടിയപ്പോൾ 2 പിടി തേങ്ങായും 2 കഷ്ണം ചുമന്നുള്ളിയും 2 കഷ്ണം പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് ചതച്ചെടുത്തത് കൂടെ ഇട്ടുകൊടുത്ത് ഇളക്കി അരപ്പിന്റെ പച്ചമണം മാറ്റിയെടുത്തു. പച്ചമണം മാറിയ അരപ്പിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 10 ഇലകൾ ഇട്ടുകൊടുത്തു. ആവശ്യത്തിന് ഉപ്പുമിട്ടു. ചെറുതായി ഒന്ന് ഇളക്കി മൂടി വെച്ചു. 3 മിനിറ്റ് വേവിച്ചു. ഇലക്കറികൾക്ക് പൊതുവെ കുറച്ച് തേങ്ങായും ഉപ്പും മതി. അരിഞ്ഞു കഴിഞ്ഞുള്ള അളവല്ല വെന്ത് വരുമ്പോൾ, 1/3 ചുരുങ്ങും. അതുകൊണ്ട് ഈ കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രം വേണം ഉപ്പും തേങ്ങായും ഇടാൻ. 3 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നു 1 മിനിറ്റ് കൂടെ ഇളക്കി തോരനാക്കി. സ്വാദിഷ്ടമായ പത്തില തോരൻ റെഡി. 10 ഇലകൾ ഉണ്ടെങ്കിലും ഒരു ഇലയുടെ ടേസ്റ്റ് പോലും മുൻപിൽ നിൽക്കാതെ എന്തൊക്കെ ഇലകളാണ് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത എല്ലാം കൂടെ ചേർന്ന ഒരു സ്വാദ്.